അദ്ദേഹം എഴുതിയതിന്റെ അത്രയും പ്രാർത്ഥനകൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? നമ്മുടെ സന്ധ്യാ നമസ്കാരത്തിൽ ചൊല്ലുന്ന സമർപ്പണ പ്രാർത്ഥനയും കരുണയുള്ള ദൈവമേ എന്നുള്ള പ്രാർത്ഥനയും ഒക്കെ അദ്ദേഹത്തിൻ്റെതാണ്. ആത്മപ്രേരിത പ്രാർത്ഥന എത്ര മനോഹരമാണ്. പ്രാർത്ഥനകൾ രചിച്ച ഒരു ധന്യൻ. നമ്മുടെ ഈ ആയുസ് കൊണ്ട് അദ്ദേഹത്തെ പഠിച്ചു തീരില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. അത്രമാത്രം ആഴമുണ്ട് അദ്ദേഹത്തിന്റെ ആത്മീയതയ്ക്ക്, അത്രമാത്രം ആഴമുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്. ഞാനിത് പറയുന്നത് വെറുതെ അല്ല. എന്നെ വിസ്മയപ്പെടുത്തുന്നത് അദ്ദേഹം എങ്ങനെയാണ് ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ടത്. അവിടുത്തെ രാജാവ്, അവിടുത്തെ മന്ത്രി എല്ലാം അദ്ദേഹത്തെ വിളിച്ച് സ്വീകരിക്കുക. ഇംഗ്ലണ്ടിൽ അങ്ങനെയാണ്. ബർമിംഗ്ഹാം കൊട്ടാരത്തിലേക്കാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അവിടെ ചെസ്റ്റേട്ടൻ തുടങ്ങിയ ആംഗ്ലേയ സാഹിത്യന്മാര് അദ്ദേഹത്തെ നോക്കി അത്ഭുതം കൂറി നിൽക്കുകയാണ്. ഓസ്ട്രേലിയയിൽ മെൽബണിൽ, അവിടെ സിഡ്നിയിൽ അദ്ദേഹം കപ്പലിറങ്ങിയ കാര്യം അവിടുത്തെ പത്രവാർത്തകളിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് വന്നു. ഒരു പേജ് മുഴുവനും അദ്ദേഹത്തെ കുറിച്ചാണ്. അദ്ദേഹം ധരിച്ച വസ്ത്രം, ധരിച്ച മേൽപ്പാവ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി ഈ ധന്യനായ വിശുദ്ധനെ അപഗ്രഥനം ചെയ്യുകയായിരുന്നു. അമേരിക്കയിൽ ചെല്ലുമ്പോഴും അത് തന്നെ. എങ്ങനെയാണ് ഈ കേരള മണ്ണിൽ മാവേലിക്കരയിൽ ജനിച്ച ഒരു പുത്രന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോലും കത്തോലിക്ക സഭയിൽ മുഴുവനും ഇത്രമാത്രം മഹത്വവും ആർജവത്വവും ബഹുമാനവും കിട്ടിയത്?